ഹലോ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെയും പോലെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കട്ടനൊക്കെ കുടിച്ച് ഉറക്കത്തിൻ്റെ കനമൊക്കെ കളഞ്ഞിട്ട് നേരെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കലാണ്. കടല രാത്രി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഏറ്റവും ഈസി ആയിട്ടൊരു കടല റോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആണിത്. ജസ്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അതിന് വേണ്ടിയിട്ട് 3 ചെറിയ സവാളയാണ് എടുത്തത്. ചെറുതായതുകൊണ്ടാണ് 3 എടുത്തേക്കണത്. ഇനിയിപ്പോൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ല രീതിക്ക് ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. ഇനി അരിയാൻ താല്പര്യമുള്ളവർക്ക് അരിയാം. എനിക്ക് അരിയാൻ നല്ല മടിയാണ്. രാവിലെയുള്ള സമയത്ത് ഒട്ടാറേ പറയണ്ട. അതുകൊണ്ട് തന്നെ എളുപ്പത്തിലൊരു വഴിയാണ്. ചിലപ്പോൾ നിങ്ങളിത് ചെയ്യണതായിരിക്കും, എങ്കിലും ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോഴത്തെ നമ്മൾ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോകണമെന്നറിയോ? സവാളിനെ തലങ്ങും വിലങ്ങും 4 പീസായിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് റൗണ്ടിലും കൂടെ കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ സവാളയാണെങ്കിൽ ഒരു 2 സവാളയൊക്കെ മതിയാവും. ഇതിപ്പോൾ ചെറുതായതുകൊണ്ടാണ് ഞാൻ 3 എടുത്തത്. അപ്പോൾ സവാളയൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി സംഭവങ്ങളുണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ജസ്റ്റ് പൾസ് ചെയ്ത് 2 തവണ എടുക്കുമ്പോഴേക്കും നല്ല കൊത്തി അരിഞ്ഞതുപോലെ സവാളയൊക്കെ റെഡിയാക്കി കിട്ടും. അപ്പോൾ ദേ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അരച്ച് കളയരുതേ, കൺമഷി പോലെ ആക്കി കളയരുത്. ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ കടലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൈ ഉടനെ തന്നെ നമ്മുടെ ആ ഒരു പാത്രമില്ലേ, ആ മിക്സിയുടെ ജാറും ആ സംഭവങ്ങളൊക്കെ അപ്പം തന്നെ കഴുകി മാറ്റി വെച്ചേക്കണം. അല്ലെങ്കിൽ അതൊക്കെ കിടന്ന് മല പോലെ കൂടും. പിന്നെ നമുക്ക് പാത്രം കഴുകാനും മടിയായിരിക്കും. അതുകൊണ്ട് എടുക്കണത് അപ്പം തന്നെ കഴുകി അവിടെ മാറ്റി വയ്ക്കുക. അപ്പോഴേ എൻ്റെ പൊടിയും സംഭവങ്ങളും, അതായത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, എല്ലാ സംഭവങ്ങളും വർക്ക് ഏരിയയിലാണ്. അപ്പോൾ വർക്ക് ഏരിയയിൽ പോയിട്ട് ഒരു പാത്രത്തിൽ എല്ലാ പൊടികളും ഉപ്പടക്കം ഞാൻ എടുത്തു വന്നിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, മല്ലി, മുളക്, മഞ്ഞൾ, ഗരം മസാലപ്പൊടി, ഉപ്പുപൊടി, ഇതെല്ലാം കൂടി എടുത്തു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പഴുത്ത സവാള, ഒരു തക്കാളി കേട്ടോ, ഒരു ഇടത്തരം തക്കാളി നോക്കിയിട്ട് ഒരു തക്കാളി കൂടി നമ്മൾ ഇതിനകത്തേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇതേ കണ്ടില്ലേ. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി എന്താ ചെയ്യുക, അടുപ്പത്തേക്ക് വെച്ചിട്ട് തീ കത്തിച്ച് കൊടുക്കാം. ഇനി എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം. 2 വിസിൽ ഫുൾ ഫ്ലെയിമിൽ അടിച്ചെടുക്കുക. പിന്നെ നമ്മൾ സിമ്മിലിട്ടിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള വേവിലേക്ക് എടുക്കുക. അപ്പം നമ്മുടെ കടലക്കറി അടുപ്പത്ത് കയറിയപ്പോൾ ബാക്കി വന്ന പാത്രം ഇതാണ്. അതും കൂടി കൈയോടനെ കഴുകിയിട്ട് എവിടെ നിന്നാണോ പാത്രം എടുത്തത് അത് അവിടെ തന്നെ കൊണ്ടുവെക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും പിന്നെ ഇതൊരു വലിയ ഭാരമായിട്ടുള്ള പരിപാടിയായിട്ട് മാറും. അപ്പോൾ അതേ നമ്മൾ വർക്ക് ഏരിയയിലാണ് നമ്മുടെ പാത്രങ്ങളൊക്കെ വെക്കുന്നത്. അപ്പോൾ മിക്സി എടുത്ത സ്ഥലത്ത് തന്നെ മിക്സി കൊണ്ടുവച്ചിട്ടുണ്ട്. അതവിടെ ഒതുങ്ങി ഇരുന്നോട്ടെ. മിക്സി ഞാൻ സോപ്പിട്ട് കഴിയിട്ടില്ല, കാരണം കുറച്ച് കഴിയുമ്പോഴേക്കും കറിക്കൊക്കെ അരക്കാനായിട്ട് എടുക്കുക. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് സോപ്പിടാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് വെള്ളത്തിലാണ് കഴുകി എടുത്തേക്കുന്നത്. ഇനി പാത്രങ്ങൾ എടുത്ത പ്ലേറ്റുകളും സംഭവങ്ങളൊക്കെ എടുത്തു വെച്ചു. അപ്പോൾ ഇതേ അടുക്കള കണ്ടില്ലേ, പഴയതുപോലത്തെ നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി നമ്മുടെ കടല വേകട്ടെ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് വന്നിട്ട് വെള്ളയപ്പമാണ്. അപ്പത്തിലുള്ള മാവ് രാത്രി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കടലയൊക്കെ വെന്ത് കഴിയുമ്പോഴേക്കും നമുക്ക് അപ്പം ചുട്ടെടുക്കാം കേട്ടോ. കാരണം ഇന്ന് ധൃതിയൊന്നുമില്ല. അല്ലാന്നുണ്ടെങ്കിൽ കടല വേവിക്കുന്ന സമയത്ത് നമ്മൾ ചുട്ടെടുക്കും. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ഒരു പണി ചെയ്യാൻ പോകണേ. ഇത് നമ്മുടെ ചവിട്ടിയാണ്. നമ്മൾ അടുക്കളയിൽ എത്ര വില കൂടിയ ചവിട്ടി ഇട്ടാലും അപ്പം തന്നെ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യും, അലക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് നശിഞ്ഞു പോകും. അപ്പോൾ ഞാൻ ഇത്തവണ 30 രൂപ വെച്ചിട്ട് ഈ 3 ചവിട്ടിയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിന് ശരിക്കും എനിക്ക് 90 രൂപയേ ആയിട്ടുള്ളൂ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇതുപോലെ എൽ ഷേപ്പിലാണെങ്കിൽ ചവിട്ടി കിടക്കണം. അപ്പോൾ ഇത് ചവിട്ടുന്ന സമയത്ത് ഇത് നീങ്ങി പോകും. അതൊരു ഇഷ്യൂ ആണ്, ബുദ്ധിമുട്ടാണ്, അതൊരു വൃത്തികേടായിട്ട് തോന്നും. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റിച്ച് അലക്കുമ്പോൾ വിട്ടുപോവുകയും ചെയ്യും. അപ്പം ഞാൻ ഇത് 3 കൂടി ഇതുപോലെ ഒന്ന് വെച്ചിട്ട് തയ്ച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ കൂടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അലക്കുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോകാണ്ടും നശിഞ്ഞു പോകാണ്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് പണി അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ അതൊന്ന് അടിച്ച് എൽ ഷേപ്പിൽ ജോയിൻ ചെയ്ത് അതിൻ്റെ മുകളിൽ കൂടെ 1-2 സ്റ്റിച്ചും കൂടെ കൊടുത്തെടുത്തപ്പോഴേക്കും സംഭവം കിടുക്കാച്ചി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഒരു 10 മിനിറ്റൊക്കെ നമ്മൾ ചിലവാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഭംഗിയാക്കി ഇടാൻ പറ്റും. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം ഇത് എങ്ങനെയുണ്ടെന്നുള്ള കാര്യത്തിൽ കേട്ടോ. അപ്പോൾ എൽ ഷേപ്പിൽ തന്നെ ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട്. ഇനി ഇത് മാറിപ്പോകും, തെന്നിപ്പോകും എന്നുള്ള പേടിയൊന്നും വേണ്ടല്ലോ. അലക്കുമ്പോഴാണെങ്കിലും നശിഞ്ഞു പോകില്ല. നല്ല രീതിക്ക് നമുക്ക് അലക്കിയെടുക്കാനൊക്കെ സാധിക്കും. ഇനിയിപ്പോൾ കല്ലിലാണെങ്കിലും മെഷീത്തിലാണെങ്കിലും പ്രശ്നമില്ലാണ്ടൊക്കെ നമുക്ക് അലക്കിയെടുക്കാം. അപ്പോൾ ഇത് അവിടെ കിടക്കട്ടെ. എൻ്റെ നല്ല ഭംഗിയില്ലേ. 90 രൂപക്ക് ഇങ്ങനൊരു ചവിട്ടി എന്നൊക്കെ പറയുമ്പോൾ അത് ബെസ്റ്റ് അല്ലേ? ഇന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമ്മുടെ ഈ സമയം കൊണ്ട് നമ്മുടെ കടലക്കറി ഇത് കണ്ടില്ലേ വെന്ത് വന്നിട്ടുണ്ട്. തിളച്ചൊക്കെ കുറച്ച് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിസിലൊക്കെ പോയിട്ട് നമുക്ക് താളിക്കാം. ആ സമയത്ത് നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ മാവ് നല്ല രീതിക്ക് എന്താ പറയുക,
പതഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വെള്ളവും ഉപ്പും സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അപ്പം ചുട്ടെടുക്കാം. ഞാൻ നോർമലി അരിപ്പൊടി ഉണ്ടല്ലോ, കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടിയിലാണ് നമ്മൾ അപ്പം ഉണ്ടാക്കുന്നത്. ഞാൻ വർഷങ്ങളായിട്ട് ഈ ഒരു കല്ലിലാണ് കേട്ടോ അപ്പം റെഡിയാക്കാറ്. ഇരുമ്പിൻ്റെ വെള്ളയപ്പക്കല്ല്. ഇതിൽ നമുക്ക് അടിപൊളിയായിട്ട് അപ്പം കിട്ടും. നോൺ സ്റ്റിക്കിൻ്റെ കല്ലിനേക്കാളും ബെറ്ററാണ്. ഒരുപാട് നാൾ വർഷങ്ങളോളം നമുക്കിത് ചീത്ത ആവാണ്ട് ഈ കല്ല് കൊണ്ടു കിടക്കാം. ഒരിത്തിരി തുണിയിൽ എണ്ണ, അതായത് നല്ലെണ്ണ ഒന്നിങ്ങനെ തൂവി കൊടുത്തിട്ട് അതിനുള്ളിൽ നമ്മൾ അപ്പം ഒഴിക്കും. അപ്പോൾ ഇനി ഹോൾസൊക്കെ വന്നതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അപ്പം റെഡിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഈ ഒരു ഇടവേളകളുണ്ടല്ലോ, അതായത് ഓരോ അപ്പം ഉണ്ടാക്കുന്ന ഇടവേളകൾ, ഈ സമയത്തൊക്കെ നമുക്ക് അലക്കാൻ പോയിട്ടിടാം. വാഷിംഗ് മെഷീനിൽ അലക്കുന്നവർക്ക് മെഷീനിൽ തുണിയൊക്കെ ഇടാം. അടിച്ചു വാരാനും ഒതുക്കാനും അലക്കണ തുണിയൊക്കെ മടക്കി വെക്കാറുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ അങ്ങനെയാണ്. ഇതിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ പോയിട്ട് അങ്ങനെയുള്ള ജോലികളും സംഭവങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അതും കഴിയും ഇതും കഴിയും. സ്ത്രീകൾക്ക് ദൈവം കൊടുത്തിട്ടുള്ളൊരു കഴിവാണ് ഒരു സമയത്ത് പല ജോലികൾ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം അല്ലേ. പുരുഷന്മാർക്ക് അത് കൊടുത്തിട്ടില്ല എന്നാണ് പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുള്ളത്. നമ്മൾ അങ്ങനെയല്ല. കുട്ടികളെ നോക്കും, കുട്ടികൾക്ക് ഫുഡ് കൊടുക്കും, ഭക്ഷണം ഉണ്ടാക്കും, അലക്കും, അടിക്കും. ഇതൊക്കെ ഒരേ സമയം തന്നെ നമ്മൾ ചെയ്യും. ശരിയാണോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഇത് മുഴുവനായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ പറഞ്ഞിരുന്ന സമയം കൊണ്ട് നമ്മുടെ അപ്പമൊക്കെ റെഡിയായി വരുന്നുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് അപ്പം കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇത് കണ്ടില്ലേ, നല്ല ഹോൾസൊക്കെ വന്നിട്ട് നല്ല നടുഭാഗമൊക്കെ പൊങ്ങി അരികൊക്കെ മുരിഞ്ഞ് വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള അപ്പം. അപ്പോൾ നിങ്ങളിനി ഈ ഒരു ഇരുമ്പിൻ്റെ കല്ലിൽ അപ്പം ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഇത് കണ്ടോ എൻ്റെ ചട്ടി, ഇത് നമ്മുടെ ബിരിയാണി ചെമ്പിൻ്റെ മോഡലൊരു ചട്ടിയാണ്. ഇത് കഴിഞ്ഞ തവണ പെലവാണിഭത്തിന് പോയപ്പോൾ വാങ്ങിയതാണ്. അത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. പെലവാണിഭം ആയിട്ടുണ്ട്, കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. എന്നാലും പോയാൽ പള്ളുരുത്തിക്കാർക്ക് നല്ല ഭംഗിയുള്ള ചട്ടിയൊക്കെ കിട്ടും കേട്ടോ. അപ്പോഴേ നമ്മളപ്പൊക്കെ ഉണ്ടാക്കി നമ്മൾ സ്ത്രീകൾ എന്ത് ചെയ്താലും അതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കും. ഇപ്പം ഞാനും ഇതുപോലെ എടുത്ത് ആസ്വദിച്ച് അതിൻ്റെ അരികൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുറിച്ച് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കി. അങ്ങനെ അപ്പം ചുട്ടുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ കുക്കറിലെ ആവിയൊക്കെ പോയി വന്നിട്ടുണ്ട്. നല്ല രീതിക്ക് കടല നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരുപാട് പണിയൊന്നുമില്ല, നമുക്കിതൊന്ന് വറവിടണം. അതായത് കടുകൊക്കെ പൊട്ടിച്ചിടണം. അപ്പോൾ അതിൻ്റെ സൈഡിൽ നമ്മുടെ അപ്പം ഉണ്ടാക്കുന്നുണ്ട്. രണ്ടും ഒരേ സമയത്ത് നടക്കുവാണ് കേട്ടോ. ഇത് കണ്ടില്ലേ. അപ്പോൾ എന്താ പറയുക, നമുക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ടി പോകാം. ചട്ടി അടപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായി ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മളെപ്പോഴും ചെയ്യാവുന്നത് പോലെ കടുകും അതുപോലെ തന്നെ വേപ്പിലയും പിന്നെ തേങ്ങാക്കൊത്തുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. തേങ്ങ പൊട്ടിക്കാൻ മടി ആയതുകൊണ്ട് ഞാൻ ആ പരിപാടിക്ക് പോയില്ല. അപ്പോൾ വേപ്പിലയും കടുകൊക്കെ പൊട്ടി നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടല കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്താൽ ഇതിലോക്കി നമ്മുടെ കടലക്കറി റെഡി. സിമ്പിളല്ലേ. ഇതിലെളുപ്പത്തിൽ ആർക്കെങ്കിലും കടലക്കറി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമ്മൾ തേങ്ങയൊന്നും അരച്ച് ചേർക്കാതെ നല്ല കുറുകുറായിട്ടുള്ള അടിപൊളി നല്ല ടേസ്റ്റുള്ള കടല റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. ചില ആളുകൾ കടല മിക്സിയിലിട്ടിട്ട് അരച്ചിട്ട് കുറുക്ക് കിട്ടാൻ വേണ്ടി ഒഴിക്കുന്നതൊക്കെ കാണാം. അതൊന്നും വേണ്ട, അല്ലാണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ദേ തിളച്ചു, ഒന്ന് നെയ്യ് തെളിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് മല്ലിയില കൂടി തൂക്കി കൊടുത്തപ്പോഴേക്കും സംഗതി റെഡി. അപ്പോഴേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പറ്റും. ആ സമയം കൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് വായോ. ഇതേ നമ്മൾ ആമസോണിൽ നിന്ന് വരുത്തിയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റാണ് കേട്ടോ. ആവശ്യമില്ലാത്ത ആൾക്കാർക്ക് സ്കിപ്പ് ചെയ്യാം, അല്ലാത്തവർക്ക് കാണാം. ഇതൊരു മാലയാണ്. ഒരു ഭംഗിയുണ്ട്, നല്ലതാണെന്നൊക്കെ പറഞ്ഞ് വാങ്ങിയതാണ്. വീട്ടിൽ വന്നപ്പോഴേക്കും സാധാ ഫാൻസി സ്റ്റോഴ്സിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന നോർമൽ ഒരു മാല. എനിക്ക് അത്ര ഭംഗിയായില്ല. പൈസ എനിക്ക് കറക്റ്റ് അറിയില്ല, പക്ഷേ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ റിട്ടേൺ അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ലിപ്സ്റ്റിക്കാണ്. അതായത് ലിപ്പ് നമ്മളെന്താ പറയുക, അതിനെ ലിപ് ഗ്ലോ തരുന്ന ടൈപ്പിലുള്ള ഒരു ലിപ്സ്റ്റിക്ക്, മോയ്സ്ചറൈസറൊക്കെ കൂടിയിട്ടുള്ള തരത്തിലുള്ള ഒരു ലിപ്സ്റ്റിക്കായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഇതാണ്, ലൈറ്റ് ഷെയ്ഡാണ് നോക്കിയത്. ആദ്യം നമ്മൾ ഒന്ന് ട്രൈ ചെയ്തപ്പോൾ അത്ര അങ്ങോട്ടും ഇഷ്ടമായില്ല. പിന്നീട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വന്നപ്പോഴേക്കും ഇഷ്ടമായി കേട്ടോ. ഭംഗിയായിട്ട് കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നി. അപ്പോൾ പോപ്പിൻ്റെ ഈ ഒരു ഇതിലാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് കൊള്ളാം, കുഴപ്പമില്ല. അപ്പോൾ അടുത്തത് വന്നിട്ട് ഈ ഒരു കമ്മലാണ് എടുത്തിട്ടുള്ളത്. കമ്മലെന്ന് പറയണത് ഒരു ചെവിയിൽ നമ്മൾ മാട്ടി ഉൾപ്പെടെ വരുന്നുണ്ട്, ഒരു ചെവിയിൽ നോർമൽ. 100 ചില്ലാനും രൂപയാണ് ഇതിന്. എനിക്ക് ആ റേറ്റും ഈ കമ്മലിൻ്റെ ഭംഗിയും അത്രക്ക് അങ്ങോട്ട് ബോധിക്കാത്തത് കൊണ്ട് തന്നെ അത് നമ്മൾ റിട്ടേൺ അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ BB ക്രീം വരുത്തിയിട്ടുണ്ടായിരുന്നു. ഇത് സംഗതി പൊളിയാണ് കേട്ടോ. ഇതൊരിത്തിരി ഉണ്ടെങ്കിൽ നമുക്കൊന്ന് നല്ല ഭംഗിയിലൊക്കെ ഒരുങ്ങി പോകാനായിട്ട് സാധിക്കും. അപ്പോൾ BB ക്രീം പോൺസിൻ്റെയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ഐലൈനർ മസ്റ്റ് ട്രൈ ആണ്, സൂപ്പറാണ്. മുഖം കഴുകിയാലും കുളിച്ചാലും പോകൂല കേട്ടോ, നല്ലതാണേ.
അപ്പോൾ കറി വെക്കാനായിട്ട് മീൻ എടുത്തപ്പോഴേക്കും എന്താ പറയുക, അയിലയുടെ എണ്ണം കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ ഞാനിത് ഉണക്കിയെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഉണക്കാനായിട്ട് നമ്മൾ ഇതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത്. തലയുടെ ഈ ഒരു ഭാഗത്ത് അമർത്തി അവിടെ മാത്രം കട്ട് ചെയ്യുമ്പോഴൊരു ബുദ്ധിമുട്ടുള്ളൂ. അത് സൂക്ഷിച്ചൊന്ന് കട്ട് ചെയ്യണം, കൈ മുറിയരുതേ. അപ്പോൾ ഇതുപോലെ ഒന്ന് പുലർത്തി എടുത്തിട്ടാണ്. ഒരുപാട് പണികളും കാര്യങ്ങളൊന്നുമില്ല. കാരണം ചതമ്പൽ കുത്താനോ മുള്ള് അതുപോലെ തന്നെ സൈഡിലുള്ള മുള്ളും സംഭവങ്ങളൊന്നും കളയാനൊന്നുമില്ല നമുക്ക്. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ സ്ഥിരം കണ്ടിരുന്ന ഒരു കലാപരിപാടിയാണ് മീൻ ഉണക്കുക എന്ന് പറയുന്നത്. ഫ്രിഡ്ജ് വന്നതിന് ശേഷം ആ ഒരു പരിപാടി പല വീടുകളിൽ നിന്നും പോയി. പക്ഷേ എനിക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി തോന്നും. അപ്പോൾ അതേ നമ്മൾ പുലർന്ന് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലുള്ള കുടലും സംഭവങ്ങളും ചെകിളയും ഒക്കെ നമുക്ക് വലിച്ച് മാറ്റിക്കളയാം കേട്ടോ. അപ്പോൾ എന്ത് പെട്ടെന്നാണ് നമ്മൾ ഇതിൻ്റെ പരിപാടി കഴിച്ചതെന്ന് നോക്കിയേ. സിമ്പിളാണ്. അറിയാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നല്ല വെയിലുള്ളതാണ്. അധികം മീനൊക്കെ കിട്ടുന്ന സമയത്ത് ചെയ്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ മഴക്കാലവും മീനിൻ്റെ ബുദ്ധിമുട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്കൊന്ന് വറുത്ത് മുളകൊക്കെ ഇട്ട് കഴിക്കാനായിട്ട് നല്ലതായിരിക്കും. അപ്പോൾ ഏകദേശം 6 7 മീനെന്തോ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ പിളർന്ന് കഴുകി വാരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ല രീതിക്ക് ഇതിനകത്തേക്ക് ഉപ്പിടണം. നമ്മൾ ഉണക്കാൻ വേണ്ടി പോവുകയല്ലേ. അപ്പോൾ കഴുകി ക്ലീൻ ചെയ്തതിൻ്റെ വയറുഭാഗം പുലർന്ന് ഇതുപോലെ നിവർത്തി വെക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഉപ്പ് പൊടിയോ കല്ലുപ്പാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ കല്ലുപ്പ് കഴിഞ്ഞതുകൊണ്ട് ഞാനിപ്പോൾ ഉപ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാത്തിലേക്കും ഇട്ട് കൊടുക്കുക കേട്ടോ. ചില ആൾക്കാർ ചാപ്പയിൽ ഉണക്കും. അത് ഇതുപോലെ ആക്കിയിട്ട് അടക്കി വെച്ചിട്ട് വെള്ളം വാർന്നിട്ട് എടുക്കലാണ്. പക്ഷേ നമ്മളിത് ഉണക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് ഉപ്പ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചേർത്ത് വെക്കുക. കണ്ടില്ലേ? അപ്പോൾ 2 മീനിലേക്കും ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു സൈഡിലേക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഇതുപോലെ ആക്കിയിട്ട് ഒന്ന് അടക്കി ഒന്ന് കുത്തിച്ചാരി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വെള്ളമൊക്കെ വാർന്ന് താഴേക്ക് വന്നിങ്ങനെ നിൽക്കും. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഉണക്കുന്ന സമയത്ത് അധികം വെള്ളം വലിയില്ല. ആ വെള്ളമൊക്കെ നമുക്ക് ഊറ്റിക്കളഞ്ഞാൽ മതിയാകും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടില്ലേ? ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ചാരി വെക്കുമ്പോൾ താഴത്തേക്ക് ഇതുപോലെ വെള്ളം ഊർന്നു വരും. ആ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് നമുക്ക് ഉണക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ നോർമലി നമ്മളൊരു തലയിൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ കാക്കയും പൂച്ചയും ഒക്കെ കൊണ്ടുപോകും. അതൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഒരു വള്ളി എടുത്തിട്ട് ഈ മീനിൻ്റെ വാലിൽ തുമ്പിൽ ഇങ്ങനെ കെട്ടി വെക്കുക കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൽ ഉമ്മിച്ചിയൊക്കെ ചെയ്ത് കണ്ടിട്ടുള്ളതാണ്. വാലിൻ്റെ തുമ്പിലായിട്ട് ഇതുപോലെ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ഓരോന്നും ഒന്നിന് പുറകെ ഒന്നായിട്ട് കെട്ടിയെടുക്കുക. നല്ലപോലെ കെട്ടിടണം. 2 കെട്ടിട്ടോ. അതാകുമ്പോൾ സ്ട്രോങ്ങിൽ നിന്നോളും, ഊരി പോകില്ലല്ലോ. അതിന് വേണ്ടിയിട്ടാണ് 2 കെട്ടിടാൻ വേണ്ടി പറയണത്. അപ്പോൾ ഇതുപോലെ തന്നെ കെട്ടിടണം. ഒരു പാവാടയുടെ ചരടോ അല്ലെങ്കിൽ ഒരു ഡ്രസ്സിൻ്റെ സാരിയുടെയൊക്കെ തുമ്പ് കീറിയെടുത്തതൊക്കെ മതി. എന്തെങ്കിലും ഒരു കയറോ എന്തെങ്കിലും മതി. അതിലിതുപോലെ ഇങ്ങനെ കെട്ടിയിടാം കേട്ടോ. ഇനി ഒരു ഇച്ചിരി നീങ്ങിയിട്ട് ഇപ്പുറത്തെ സൈഡിലായിട്ട് ഓരോന്ന് ഇതുപോലെ നമുക്ക് കെട്ടിയിടാം. കണ്ടില്ലേ? ഇങ്ങനെ കെട്ടിയിട്ടിട്ട് നമുക്കിനി ഇതെങ്ങനെയാണ് ഉണക്കണമെന്ന് പറയണ്ടേ. നമ്മൾ ഉണക്കണ സമയത്ത് പൂച്ചനെയും അതുപോലെ തന്നെ കാക്കനെയും ഒക്കെ പേടിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും എടുത്ത പണി വെറുതെ ആയിപ്പോവും. അപ്പോൾ ഞാൻ മുറ്റത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് പൂച്ചകൾ എന്നെ വട്ടം ചുറ്റുന്നുണ്ട്. ഇത് കണ്ട. എന്നിട്ട് ഞാൻ അഴയിലേക്ക് ഇതുപോലെ നീളത്തിൽ നിരത്തി ഇങ്ങനെ അങ്ങോട്ട് കെട്ടി വയ്ക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു മാല പോലെ ഇതുപോലെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പൂച്ച ചാടിയെടുക്കില്ലെന്നാണ് വിശ്വാസം. ഇനിയിപ്പോൾ കാക്ക വരാതിരിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ വീട്ടിൽ ബ്ലാക്ക് തുണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ സൈഡിൽ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാക്കയുടെ ശല്യം ഉണ്ടാവില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഉണക്കാനിട്ടതിന് 2 എണ്ണം കൊണ്ട് പൂച്ച പോയി. ബാക്കി എണ്ണത്തിന് വേണ്ടിയിട്ട് താഴത്ത് കാവൽ നിൽക്കുവാണ്. എന്ത് കഷ്ടപ്പെട്ടിട്ടാണെന്നറിയാമോ നമ്മളിതൊന്ന് ഉണക്കിയെടുക്കുന്നത്. പക്ഷേ ഉണക്കിയെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ട് മുളകൊക്കെ ഇട്ട് പൊരിച്ച് ഉണക്കമീനൊക്കെ കഴിക്കാം. ഇത് കണ്ടില്ലേ? പൂച്ച കാവലിരിക്കുവാണ്. ഇപ്പം എനിക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് സത്യത്തിൽ ചിരി വന്നു. ഇവൻ കരഞ്ഞ് ബാക്കിയുള്ള പൂച്ചകളെ കൂടി വിളിച്ചു വരുത്തും. ഈ ഒരു എന്താ പറയുക, ഈ മീനിന് വേണ്ടിയിട്ട് കാവലിരിക്കുവാണ്, വേറെ ആരെങ്കിലും കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. അപ്പോൾ അതേ പാക്കിങ്ങിലേക്കൊക്കെ പോവുകയാണ്. ചോറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഫേസ് പാക്കിൻ്റെ അത് നമ്മൾ പുതിയ ബാച്ച് വന്നിട്ടുണ്ട്. ആവശ്യമുള്ളവർ വേഗം കമൻറ്റ് ചെയ്തോളൂ. ഒരുപാട് പേരാണ് റിസൾട്ട് റിവ്യൂ പറയണത് കേട്ടോ. അതിലൊത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ അയച്ചാൽ മതി. ഫേസ് പാക്കിൻ്റെ ഗുണം കുരു മാറാനും മുഖത്തെ പാടുകൾ മൊത്തം മാറും. കഴുത്തിനടിയിലുള്ള പാടുകളുണ്ടല്ലോ, കറുത്ത പാടുകൾ, അതൊക്കെ മാറാനും, കണ്ണിനടിയിലെ കറുപ്പ്, ചിക്കൻ ബോക്സ് വന്നത്, അങ്ങനെ എല്ലാ മുഖത്ത് വന്ന പാടുകളും മാറാനായിട്ട് ബെസ്റ്റാണ്. ആയുർവേദിക് പൗഡറാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടെ താങ്ക് യു.